നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അതാ വരുന്നു ഓസ്കാർ ജേതാവ്. മലയാളിയോട് ഇംഗ്ലീഷിലും അലവലാതി പെണ്ണുങ്ങളോട് പച്ച മലയാളത്തിലും കുമ്പിടുകയും ചെയ്യുന്ന പൂക്കുട്ടി. പൂക്കുട്ടി എന്നല്ല വിളിക്കേണ്ടത്, പൂക്കുറ്റി എന്ന് വിളിച്ചു. പേരാണെങ്കിൽ റസൂൽ, പ്രവർത്തികൾ ശൈത്താന്റേതും എന്ന് വിളിക്കണം. റസൂൽ പൂക്കുറ്റി എത്തി. രണ്ട് പെണ്ണ് കെട്ടിയ ഡേഞ്ചർ ബോയ്സ് ഫിറോസും എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. രണ്ട് കെട്ടി ഇപ്പൊ മൂന്നാമന്റെ ഗർഭം ധരിച്ച ഭാര്യയും സമയമില്ലാത്ത പൂക്കുറ്റിയുടെ ഗർഭമുണ്ടാക്കലും ഒക്കെയാണ് ഇപ്പോ തുറക്കുന്ന യൂട്യൂബിലെല്ലാം പറയുന്നത് ഈ ഒരു വിഷയം മാത്രമാണ്. ഫിറോസേ, നീ ഇത്ര തങ്കപ്പെട്ടവനാണ് എന്ന് അറിഞ്ഞില്ലടാ മുത്തേ. നീയാണ് പുരുഷവർഗത്തിലെ യഥാർത്ഥ അച്ഛൻ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. മൂന്നാമതൊന്ന് കെട്ടി നന്നായി ജീവിക്കടാ കരളെ എന്നൊക്കെയാണ് ഈ പ്രോഗ്രാമുകളുടെ യൂട്യൂബുകളുടെ താഴെ ഓരോരുത്തർ എഴുതിയിരിക്കുന്നത്. നീയാണടാ മുത്ത്. സ്വന്തം ഭാര്യ കണ്ടവന്റെ ഗർഭിണിയായത് കണ്ടിട്ടും നീ സമചിത്തതയോടെ ഇരിക്കുന്നില്ലടാ. കെട്ട് മൂന്നാമത് വേറൊന്ന് നിന്റെ കൂടെ ഞങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശബ്ദം വിറ്റ് ജീവിക്കുന്ന പെണ്ണുമ്പിള്ളയോടൊപ്പം കരിയായിലൊഴിച്ച് മലയാളി മംഗന്മാരുടെ ധീര വനിതയായ കരിയോയിലിന് പിന്തുണ പ്രഖ്യാപിച്ച രണ്ട് കൂതറകളിൽ ഒന്നും ഈ സ്റ്റോറിയുടെ പിന്നാലെ ഇറങ്ങിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ പിടിച്ച് മൊത്തത്തിൽ ചോദിച്ചാൽ ആകെ മൊത്തം ടോട്ടൽ രസകരമാണ് കാഴ്ചകൾ. തലയിൽ കണ്ണട സദാ വച്ച് വിചിത്ര വേഷങ്ങളിട്ട് മലയാളിയോട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടിയെ പോലെ സദാ സംസാരിക്കുന്ന സംസാരിക്കുന്ന തലയിൽ കണ്ണട വെച്ച ഒരു പുരുഷൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ മനുഷ്യൻ താണു വീണ് കേഴുന്നത് മാത്രമല്ല, എന്റെ ഗർഭം ഇങ്ങനെയല്ല, ഈ ഗർഭം എന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥന്റെ തലയിൽ നമുക്ക് നിന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥന്റെ തലയിൽ വച്ച് കെട്ടാം എന്നൊക്കെയുള്ള ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അഞ്ചൽ വിളക്കുപാറ ഗ്രാമത്തിലെ പള്ളിക്കൂടത്തിൽ പഠിക്കാത്ത ആളെ പോലെയാണ്. സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മളെ പിന്നിൽ ഒന്നും കണ്ടു വേണം. അതുവരെ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ പെണ്ണിനെ പിടിച്ച് ഗർഭിണിയാക്കുക. എന്നിട്ട് അവിടെ പറയാ നിന്റെ റിട്ടയർഡ് ഭർത്താവില്ലേ അവന്റെ തലയിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയാൾക്ക് ഭ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. മനസ്സിലായോ? നമ്മളുടെയൊക്കെ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുള്ളൂ. ജനിച്ചതേ ഇംഗ്ലീഷിൽ സായിപ്പിന്റെ നാട്ടിലാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ പെണ്ണ് പിടിക്കുമ്പോൾ പെണ്ണുങ്ങളോട് താണു വീണ് കേണ അപേക്ഷിക്കുന്ന എല്ലാം ശുദ്ധ മലയാളത്തിലാണ്. ഇത് പത്മശ്രീ മാറ്റി വെച്ചിട്ടാണ് കള്ള വെടി വയ്ക്കാൻ പോണത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇയാൾക്ക് കാമഭ്രാന്ത് അടക്കാനാവുന്നില്ല എങ്കിൽ ഇരുചെവി അറിയാതെ കണ്ടവന്റെ ഭാര്യയല്ലാത്ത നല്ല പെമ്പിള്ളേരെ ബോംബെയിൽ കിട്ടാനില്ലാത്തത് ഇയാൾ വിളക്കുപാറ ഗ്രാമത്തിലെ നല്ല മരമണ്ടനായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ തരികടിയും പഠിച്ച ഒരു പെണ്ണിനെ ഗർഭിണിയാക്കുക. അവളുടെ അമ്മയാണെങ്കിൽ മോളെ എഴുകൊണ്ടത്. അമ്മയും മോളും കൂടെ ചേർന്ന് ഇവനെ ശരിക്കും ട്രാപ്പിലാക്കി. 10 കോടി രൂപ തന്നിട്ട് പോടാൻ മറ്റവനെന്നാണ് തള്ളയും പറയുന്നത്. അപ്പൊ തള്ള പറയാൻ എന്റെ കൈ കിട്ടി അവനെ അടിച്ച് റെഡിയാക്കളെന്ന് പറഞ്ഞു. ആരെ? ഈ ഓസ്കാർ വിന്നർ പത്മശ്രീയെ പറയാണ്. എനിക്കറിഞ്ഞൂടാ, തനി ഈ വിളക്കുപാറ ഗ്രാമത്തിലെ ഒരു ബുദ്ധിയില്ലാത്ത ബുദ്ധി ഉറക്കാത്ത ഒരുത്തനെ പോലെയാണ് ഇപ്പോൾ പൂക്കുട്ടിയുടെ പോക്ക്. എനിക്ക് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ച് ലീലാവിലാസങ്ങൾ നടത്തുന്നത് തീരെ ഇഷ്ടമല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടാ പൂക്കുട്ടി എന്നാണ് ആ പെണ്ണ് കേൾക്കുന്നത്. പെണ്ണിന് ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഇഷ്ടമല്ല, ലൈവാണ് ഇഷ്ടം. അത് ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞില്ലേ അന്നേ? നീ എൻ്റെ അടുത്ത് വരുമ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പറയുന്നുള്ള വിശ്വസിച്ച ഇയാൾ മരപ്പൊട്ടനല്ലേ എന്ന് ഞാൻ ചോദിക്കും. അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ലൈഫ് എൻജോയ് ചെയ്യുക. കാരണം എടാ, ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാതെ പോയാൽ ആ പെണ്ണ് ഗർഭിണിയാവൂലേ? അതെ, അത് ശരി. അത് ശരിയാണല്ലേ.
ഒരിക്കൽ കലക്കി, രണ്ടാമതും അഞ്ചാമതോ ഗർഭിണിയായാൽ അവളുടെ ട്രാപ്പിലാവിലടാ പൊട്ടാ നീ എന്നാണ് എനിക്ക് പൂക്കുട്ടിയോട് ചോദിക്കാൻ തോന്നുന്നത്. എങ്ങനെ പ്രഗ്നന്റ് ആയ ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ നല്ലതാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കടാ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഒരു തനി പൊട്ടനാണെന്നേ. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഇങ്ങനെ ചെയ്യൂ. ഗർഭനിരോധന ഒരു മാർഗവും എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ കിഴക്കേക്കോട്ട് ഇറങ്ങുന്നതിന് ഒരു തമ്പാനൂർ ഇറങ്ങണ്ടേ.